വീക്കെൻഡ് വ്ളോഗ് കുറച്ച് വൈകിയെന്ന് എനിക്കറിയാം. ഞങ്ങളൊന്ന് പോളണ്ടിൽ പോയേക്കായിരുന്നു ഒരു 3-4 ദിവസത്തേക്ക്. ഒരു ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു 2 ദിവസം വ്ളോഗ് വൈകിയത്. അപ്പോൾ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് കാണല്ലേ? So we're going to Kaufland for a trip. Stay with us. It's going to be so exciting. ഞങ്ങൾ പോളണ്ടിൽ പോകാൻ പ്ലാൻ ഇട്ടിരുന്നതല്ല. അതുകൊണ്ട് തന്നെ പോളണ്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു പോസ്റ്റ് ജർമ്മനിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പോയി എടുക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും പോവുകയും ചെയ്തു പോളണ്ടിലേക്ക്. പക്ഷേ പോസ്റ്റ് ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് വിചാരിച്ചു ജർമ്മനിയിലേക്ക് പോയിട്ട് ആ പോസ്റ്റ് എടുത്തതിന് ശേഷം അവിടെ ഒന്ന് ചില്ല് ചെയ്ത് ഒരു ഈവനിങ് ഔട്ടാക്കാമെന്ന്. ഞങ്ങൾ പോകുന്നത് കോൺസ്റ്റാൻസിലേക്കാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഒരു മണിക്കൂറിൻ്റെ ദൂരമുള്ളൂ. അങ്ങനെ ഞങ്ങൾ കോൺസ്റ്റാൻസിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഓൾഡ് സിറ്റിയിൽ കൂടെ കുറച്ചൊന്ന് നടന്നു. ഞങ്ങൾ ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല. കുറച്ച് അപ്പുറത്തെ ഒരു ഏരിയ ഉണ്ട്, ഒരു ഷോപ്പിംഗ് മോളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഏരിയയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്തോ ഒരു ഫെസ്റ്റിവൽ അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ആ ഓൾഡ് ടൗൺ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആ പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ആ പോസ്റ്റ് ഓഫീസിലേക്ക് പോകണം. കാര്യം നമുക്ക് ജർമ്മനിയിലേക്ക് അയക്കുകയാണെങ്കിൽ നമുക്ക് സ്വിറ്റ്സർലൻഡിൽ കസ്റ്റംസ് കൊടുക്കണ്ട. പക്ഷേ സ്വിറ്റ്സർലൻഡിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കസ്റ്റംസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഒരു അഡ്രസ്സിലാണ് അത് പോസ്റ്റ് വെച്ചിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങളത് മേടിച്ചു. പിന്നെ ആ ചെറിയ ടൗണിലെ ചെറിയ ചെറിയ സുവനിയേഴ്സും ചെറിയ കുട്ടി ബിസിനസ് ചെയ്യുന്ന ഷോപ്പുകളും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ബിൽഡിങ്സും ഒക്കെ കണ്ട് അതിലേക്കൂടെ അങ്ങനെ നടന്നു. ചെറിയ ചെറിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പറയാതിരിക്കാൻ വയ്യ, ഇപ്രാവശ്യം ഞങ്ങളുടെ ഇവിടെ ഒരു ഭയങ്കര ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കോക്ടെയിൽ കുടിക്കാമെന്ന് കരുതി. ആൽക്കഹോൾ ഫ്രീ ആയിട്ട് 2-3 ദിവസം ഇരുന്നു. പക്ഷെ പോളണ്ടിൽ പോയപ്പം അത് തകർന്നു പോയി. സോ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാനൊരു അപ്രോൾ സ്പ്രിറ്റ്സും പാവലൊരു വലിയ ബിയറും പിന്നെ ഒരു കുട്ടി ബിയറും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ലപോലെ വിശന്നു. ആൻഡ് എനിക്കാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട് നല്ല ക്രേവിങ് ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ പോളണ്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പം കുറച്ച് ദിവസമായി ഞാൻ കുക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. എനിക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ പോകാൻ ഇഷ്ടമല്ല യൂറോപ്പിൽ. പക്ഷേ ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. പാവല് എന്നെ സോപ്പിടാൻ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. കിട്ടാണോ? പാവലിന് എൻ്റെ ഫുഡ് തന്നെയാണ് ഇഷ്ടം. അത് എപ്പോഴും എന്നെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുമായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനിവിടെ യൂറോപ്പിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഇന്ത്യൻ ഫുഡായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾ പോവാണ് കോൺസ്റ്റാൻസിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാൻ മറക്കണ്ട. ഓണേഴ്സ് അടിപൊളിയാണ്. ഞങ്ങൾക്കത് കഴിഞ്ഞിട്ട് ഓൺ ദ ഹൗസ് ആയിട്ട് ഒരു കോഫിയൊക്കെ തന്നായിരുന്നു. അവരോട് കുറേ സംസാരിച്ചു. ഒരു അപ്പനും മോനും. അവർ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള പഞ്ചാബീസാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ തിരിച്ചു. പോസ്റ്റിൽ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവിടെ വരെ വന്നതല്ലേ, നമുക്ക് കൗഫ്ലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോകാമെന്ന്. സോ ദാറ്റ് ഈസ് എ പ്ലേസ് വെയർ നമ്മൾ ഇവിടുത്തെ കുറേ ആൾക്കാർ അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. നല്ല അടിപൊളി വെതറാണ്, പക്ഷെ ചൂടായിരുന്നു. ഈവനിങ് ആയതുകൊണ്ടൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കൂടെ ഡ്രൈവ് ചെയ്ത് കൗഫ്ലാൻഡിലേക്ക് പോയി. സ്വിറ്റ്സർലൻഡിലുള്ള കുറേ ആൾക്കാരും ഈ ജർമ്മനിയിലെ കൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് സാധനങ്ങൾ മേടിക്കാറുണ്ട്. പക്ഷേ നമുക്ക് മീറ്റിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇത്ര കിലോ ഒരാൾക്ക് ബോർഡർ കടത്താൻ പാടുള്ളൂ. ബാക്കി ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് നല്ല വലിയ കുറച്ച് ബിഗായിട്ടുള്ള ഫ്രീസറൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് അധികം ആൾക്കാരുണ്ടെങ്കിലും ഈ കൗഫ്ലൻഡിൽ പോയി മേടിക്കുന്നത് ഭയങ്കര റീസണബിളാണെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. കാര്യം ഞങ്ങൾക്ക് 2 പേർക്കായിട്ട്
ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി, ഞങ്ങൾ അങ്ങനെ മേടിക്കാറുള്ളൂ. പക്ഷെ വലിയ ഫാമിലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മാറി മാറി കഴിക്കാനും ഹൗസ് ഹോൾഡ് തിങ്സിനുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ കൗഫ്ലൻഡ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അവിടെ മീറ്റും എല്ലാം കിട്ടും, അല്ലാത്ത എല്ലാ സാധനങ്ങളും അടുക്കളയിലേക്കുള്ളതും ടോയ്ലറ്റിലേക്കുള്ളതും എല്ലാം കിട്ടും. അപ്പം ഞങ്ങളവിടെ പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്താമെന്ന് കരുതി. പിന്നെ പക്ഷെ ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. പക്ഷേ ദിസ് ജേർണി വാസ് റിയലി നൈസ്. എൻ്റെ ഒരു ചെറിയ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജർമ്മനിയിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും ഷോപ്പിങ്ങിന്. ആൻഡ് ഓൾസോ പോകുന്ന സമയത്ത് ട്രൈ ടു ഗോ ഓൺ എ വീക്ക് ഡേ, ലൈക്ക് വൈകുന്നേരം. ബിക്കോസ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കായിരിക്കും എന്തായാലും ഇങ്ങനത്തെ ഷോപ്പിംഗ് പ്ലേസസ്. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അതൊരു നോർമൽ നമ്മുടെയൊക്കെ ഇവിടുത്തെ ഷോപ്പ് പോലെ തോന്നുള്ളൂ. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, റോഡും തിരക്കായിരുന്നില്ല. പക്ഷെ വൈകുന്നേരം ആയിരുന്നതുകൊണ്ട് അത്ര വെയിലും നമുക്ക് അത്ര ചൂടിൻ്റെ ഹിറ്റും അനുഭവിച്ചില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്തൊരു ചൂടായിരുന്നു, എന്തൊരു പ്രത്യേക ഹീറ്റ് തരംഗം യൂറോപ്പിലുണ്ട് എന്ന് ഞാൻ കേട്ടു. അതിനെപ്പറ്റി കുറച്ചൊന്ന് വായിക്കണം, എന്താണ് ഈ സംഭവം എന്നുള്ളത്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ദേഹത്തേക്ക് ഇങ്ങനെ ചൂട് അടിച്ചു കയറും, അതുപോലത്തെ ചൂടാണ്. പക്ഷേ ഈ ദിവസം നമ്മൾ പോയപ്പോഴത്തേക്കിനും നല്ല വൈകുന്നേരം ആയതുകൊണ്ട്, ഇപ്പോൾ രാത്രിയാണ്, വൈകുന്നേരമല്ല രാത്രിയാണ്, പക്ഷേ ഇവിടെ വെയിലാണല്ലോ. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കൗഫ്ലൻഡിലെത്തി, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ ഒരു സർപ്രൈസുണ്ട്, 2 സർപ്രൈസുണ്ട് ആക്ച്വലി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ സൂൺ അറിയിക്കാം. ഒരു സർപ്രൈസ് നിങ്ങൾ സൂൺ അറിയും, രണ്ടാമത്തെ സർപ്രൈസ് ഞാൻ സ്ലോലി അറിയിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ്സിലായിരുന്നു. നമ്മളിങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സമയമല്ലേ, അങ്ങനെയായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളെ നമ്മൾ മേടിച്ചിട്ടുള്ളൂ, കാര്യം ഒത്തിരി കൂട്ടി വയ്ക്കേണ്ടതെന്ന് കരുതി. റീസൺ ഇസ് ദ സർപ്രൈസ് ഓൾസോ. അതുകൊണ്ട് കുറച്ച് സാധനം മേടിച്ചുള്ളൂ. പക്ഷേ കൗഫ്ലൻഡ് കാണുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ പിന്നെ അവിടുത്തെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടു. ഇവിടെ ഇപ്പോൾ 9 മണിയൊക്കെ ആവും സൺസെറ്റ് ചെയ്യാനായിട്ട്, അതായത് സന്ധ്യ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ നല്ല വെതറൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ പിന്നെ പതിയെ വീട്ടിലേക്ക് തിരിച്ചു. വയറൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ സർപ്രൈസ് വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ സൂൺ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.